ജീവിതത്തിൽ മനുഷ്യരൊക്കെ എത്രയോ നിസ്സഹായരാണ്. ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അയാളുടെ ചുറ്റുപാടും ചിന്തകളും എത്രയോ സങ്കീർണവും വിചിത്രവുമായി നമുക്ക് തോന്നിയേക്കാം. അത്തരത്തിലുള്ള 3 കഥകളാണ് നയന വൈദേഹിയുടെ പെൺപറന്നൊക്കെ. ആദ്യ കഥയിൽ ഒരു ജയിൽ പശ്ചാത്തലവും അവിടെ ജീവിച്ചു തീർക്കുന്ന കുറ്റാരോപിതരായ മനുഷ്യരുടെ വ്യത്യസ്തമായ മാനസിക സംഘർഷങ്ങളും ഭ്രാന്തമായ അവസ്ഥകളും നമ്മുടെ മുന്നിലേക്ക് തുറന്നിടുന്നു. മുത്തശ്ശി കഥകളിൽ പണ്ടെന്നോ കേട്ടുമറന്ന മനുഷ്യ ശരീരവും ആത്മാവും എന്ന സങ്കല്പം ജീവിതത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ വേർതിരിച്ചറിയാനാവാതെ നിസ്സഹായ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു പെൺകുട്ടിയിലൂടെ കടന്നു പോകുന്ന രണ്ടാമത്തെ കഥ ഭ്രമൻ. കാലത്തെ പിന്നോട്ട് സഞ്ചരിപ്പിച്ച മൂന്നാമത്തെ കഥയിൽ പെണ്ണായി പിറന്നതിൻ്റെ പേരിൽ മാത്രം മാറ്റി നിർത്തപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മകളുടെ ജീവിതം. ആൺ പെൺ വേർതിരിവിൻ്റെ ദുരവസ്ഥ. കൗസല്യ. പുസ്തകത്തെക്കുറിച്ച് എഴുത്തുകാരി പറയുന്നത് ഇങ്ങനെയാണ്: പെമ്പർനോത്തി എന്നിലൂടെ കടന്നുപോയ തോന്നലുകൾ മാത്രമാണ്. അതിൽ നിന്നും അറിവ് കിട്ടുമെന്നൊന്നും അവകാശപ്പെടുന്നില്ല. എങ്കിലും ഞാൻ ഒന്ന് പറയാം, എഴുത്തെനിക്ക് നേരം പോക്കല്ല. അത് ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിലെ ഒരു കഥയെങ്കിലും വായിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമാകും എന്നാണ് വിശ്വാസം. നയന വൈദേഹിയുടെ പെൺപറന്നോത്തി.